പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കടന്നുപോയി. അപ്പോൾ 1-ാം അധ്യായം ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല, 2-ാമത്തെ അധ്യായം പറഞ്ഞില്ല, അത് പിന്നീട് നമ്മൾ അതിലേക്ക് വരും. 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമ്മൾ കായൻ, ആബേൽ ഇവരെയെല്ലാം കണ്ടു. ശ്രേഷ്ഠമായ ബലിയെ കുറിച്ച് കണ്ടു. ബലി ദൈവം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് 5-ാം അധ്യായം വന്നപ്പോ നമ്മൾ ആരെയാണ് കണ്ടത്? 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മെത്തുശലേഖിനെ കണ്ടു, ഹെനോക്കിനെ കണ്ടു. പിന്നീട് ലോത്തിനെ പരിചയപ്പെട്ടു, ലോത്തിന്റെ കുടുംബത്തെ നമ്മൾ പഠിച്ചു. പിന്നീട് ഷേം, ഹാം, യാഫത്ത്, ലോത്തിന്റെ 3 മക്കളെ കണ്ടു. അതിലെ ഹാമിന്റെ വംശപരമ്പരകൾ ശപിക്കപ്പെട്ടതായി മാറിയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ബാബിലോൺ സാമ്രാജ്യം അത് പ്രധാനപ്പെട്ടതാണ്. ഈ ബൈബിൾ പഠന പരമ്പരയിൽ ബാബിലോൺ സാമ്രാജ്യം അത് പ്രധാനപ്പെട്ടതാണ്. കാരണം മഹതിയായ ബാബിലോൺ, വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന മഹാവേശ്യ, ബാബിലോൺ എന്ന് പറയുന്ന മോശപ്പെട്ട സ്ത്രീ എന്നൊക്കെ പറഞ്ഞ പരാമർശം വെളിപാട് പുസ്തകത്തിലുണ്ട്. യേശുവിന്റെ 2-ാം വരവുമായി ബന്ധപ്പെട്ട് ബാബിലോണിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ബാബിലോൺ അരൂപിയുണ്ട്, അതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് മനസ്സിലാക്കും. ഈ ബാബിലോൺ സാമ്രാജ്യം തുടങ്ങുന്നത് നമ്മൾ കണ്ടു ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അത് 9-ാമത്തെ അധ്യായത്തിലാണ്. ആ ബാബിലോൺ സാമ്രാജ്യത്തിന് തുടക്കമിട്ട ആ രാജാവിന്റെ പേരാണ് നിമ്രോദ്. അത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലാണ്. നിമ്രോദ് എന്ന് പറയുന്ന ആളാണ് ബാബിലോൺ സാമ്രാജ്യം തുടങ്ങുന്നത്. 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് നിമ്രോദ് എന്ന് പറയുന്ന രാജാവിന്റെ നേതൃത്വത്തിൽ ബാബേൽ ഗോപുരം പണിയാൻ പരിശ്രമിക്കുന്നതും ഭാഷകൾ ചിതറിക്കപ്പെടുന്നതും നമ്മൾ കാണാനിടയായി. അത് കഴിഞ്ഞിട്ട് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് തേരഹിന്റെ നേതൃത്വത്തിൽ ഊറിൽ നിന്ന്, ബാബിലോണിൽ നിന്ന് ഒരു കുടുംബത്തെ, ആ ബാബിലോണിൽ നിന്ന് നിമ്രോദ് ആരംഭിച്ച ആ ബാബിലോണിൽ നിന്ന് ദൈവം ഒരു കുടുംബത്തെ വേരോടെ പിഴുതെടുത്തു. ആ കുടുംബമാണ് അബ്രാമിന്റെ കുടുംബം. 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് അബ്രാമിനെ ദൈവം വിളിക്കുന്നു. വിളിച്ചപ്പോൾ അദ്ദേഹം അബ്രാം അപ്പനോട് പറഞ്ഞു, അപ്പനും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പനും കൂടെ യാത്ര ചെയ്തു. അപ്പൻ വന്നത് കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൻ പഴയ ബാബിലോണിന്റെ ഭാഗമാണ്. അബ്രാമിനെ പോലെ അപ്പൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ആളല്ല. അതുകൊണ്ട് അപ്പൻ വന്നത് ദൈവത്തിന് ഇഷ്ടമായില്ല. അപ്പന്റെ മരണം വരെ ദൈവം കാത്തിരുന്നു. 5 വർഷം കഴിയുമ്പോൾ അപ്പൻ മരിച്ചു. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വീണ്ടും അബ്രാമിനെ ദൈവം വിളിച്ചു. ഹാരാനിലാണ് അപ്പോൾ അബ്രഹാം താമസിക്കുന്നത്. അവിടുന്ന് ഹാരാനിൽ നിന്ന് പുറപ്പെടാനായിട്ട് പറഞ്ഞു. അങ്ങനെ അബ്രഹാം പുറപ്പെട്ട് കാനാനിന്റെ വാതിക്കൽ എത്തിയപ്പോ ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം എവിടേക്ക് പോയി? ദൈവത്തോട് ചോദിക്കാതെ ഒരു സ്ഥലത്തേക്ക് പോയി. എവിടേക്കാണ്? ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് പോയപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈജിപ്തിൽ നിന്ന് അനേക ദുരിതങ്ങൾ അബ്രഹാമിനെ തേടിയെത്തി. ഒരു ദുരിതം ഫറവോ രാജാവ് പീഡിപ്പിച്ചു. സാറായെ ഭാര്യയായിട്ട് കൊണ്ടുപോയി. പിന്നീട് മഹാമാരികൾ അയച്ച് ദൈവം ഫറവോയെ പീഡിപ്പിച്ചപ്പോഴാണ് പിന്നീട് അബ്രാമിന് ഭാര്യയെ തിരിച്ചു കിട്ടുന്നത്. പിന്നെ ഇഷ്ടം പോലെ സ്വർണവും വെള്ളിയും കിട്ടി, സമ്പന്നനായിട്ട് മാറി. സമ്പന്നനായപ്പോൾ സഹോദരന്മാർക്ക് തമ്മിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റാതായി. ലോത്തിന്റെ വേലക്കാരും അബ്രഹാമിന്റെ വേലക്കാരും തമ്മിൽ വഴക്കായി. അങ്ങനെ അവർ തമ്മിൽ വേർപിരിഞ്ഞു. അതാണ് നമ്മള് 13-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. 13-ാമത്തെ അധ്യായത്തിൽ ലോത്ത് വേർപിരിഞ്ഞ് ലോത്ത് വേറെ വഴിക്ക് പോയി. ലോത്ത് പോയ രാജ്യത്തിന്റെ പേരാണ് സോദോം ഗൊമോറയിൽ ചെന്നു. അപ്പൊ 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് സോദോം ഗൊമോറ പ്രദേശങ്ങൾ അയൽപ്പക്കത്ത് നിന്ന് വന്ന 4 രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ച് ലോത്തിനെയും കുടുംബത്തെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇത് അബ്രാമിനോട് വന്ന ഒരാൾ പറഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ പയറ്റിത്തെളിഞ്ഞ് വളർന്നു വന്ന 318 പേരെയും കൂട്ടി അബ്രാം നേരെ ലോത്തിനെ രക്ഷിക്കാനായിട്ട് പോയി. 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് തിരികെ വരുമ്പോൾ 2 രാജാക്കന്മാർ അബ്രാമിനെ കാണാനും വരവേൽക്കാനും എത്തുകയാണ്. ആദ്യം എത്തുന്ന രാജാവാണ് സോദോം രാജാവ്. സോദോം രാജാവ് വന്ന ഉടനെ സോദോം രാജാവിന്റെ പ്രലോഭനങ്ങളിൽ അബ്രാം വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ദൈവം കാറ്റിൽ ഒരു പ്രവാചകനെ അയച്ചു. കാറ്റുപോലെ അയാൾ വന്നു, കാറ്റുപോലെ അയാൾ മടങ്ങിപ്പോയി. ആ പുരോഹിതന്റെ പേരാണ് മൽക്കീസദേക്ക്. മൽക്കീസദേക്ക് എന്ന വാക്ക് അദ്ദേഹം സമാധാനത്തിന്റെ രാജാവാണ്, സാലേമിലെ രാജാവാണ്. മൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവെന്നാണ്. സമാധാനത്തിന്റെയും നീതിയുടെയും രാജാവെന്ന് പിന്നീട് പ്രവാചകന്മാർ ഒരാളുടെ വരവിനെ പറ്റി പ്രവചിച്ചു. അങ്ങനെ പിറന്ന സമാധാനത്തിന്റെ രാജാവായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയാണ് ആര്? മൽക്കീസദേക്ക്. അപ്പോ യേശുക്രിസ്തു തന്നെയാണ് വന്നതെന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാര് ഉണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
അപ്പൊ മെൽക്കിസദേക്ക് വന്നിട്ട് അബ്രാമിനോട് പറയുന്നത്, അബ്രാം, 2 തിന്മകൾ നിന്റെ ഉള്ളിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. 318 പേരെയും കൊണ്ട് 4 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് നീ തിരിച്ചു വരുന്ന സമയത്ത് നിനക്ക് അഹങ്കാരം ഉണ്ടാവും. രണ്ടാമതായിട്ട്, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വലിയ സമ്പത്തിന്റെ ബാഹുല്യം നിന്റെ കയ്യിലിരിക്കുമ്പോ ആ സമ്പത്തിന്റെ പെരുമ കണ്ടിട്ട് സമ്പത്തിലേക്ക് നിനക്കൊരു നോട്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെൽക്കിസദേക്ക് പറയുകയാണ്, അത്യുന്നതനായ ദൈവമാണ് അബ്രാമേ നിന്റെ സമ്പത്ത്. നോട്ടം ദൈവത്തിൽ നിന്ന് മാറരുത്, സമ്പത്തിലേക്ക് മാറരുത്. ഒന്ന്. രണ്ടാമതായിട്ട്, അത്യുന്നതനായ ദൈവമാണ് അവരെ നിനക്ക് ഏൽപ്പിച്ചു തന്നത്. നീയല്ല, നിന്റെ കഴിവല്ല, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാലാണ്. സക്കറിയ 4:6 കർത്താവ് പറയാണ്, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എന്റെ ആത്മാവിനാലാണ്. ദൈവമാണ് അവരെ നിനക്ക് ഏൽപ്പിച്ചു തന്നത്. അപ്പൊ അബ്രഹാമിനെ 2 അപകടത്തിൽ നിന്ന് മൽക്കീസദേക്ക് രക്ഷപ്പെടുത്തി. ഇത്രയും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അബ്രാം ദൈവത്തോട് ഒരു പരാതി പറയുകയാണ്. അതാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അബ്രാം ദൈവത്തോട് ഒരു പരാതി പറയുകയാണ്, ദൈവമേ, എനിക്ക് എന്റെ രക്തത്തിൽ പിറന്ന ഒരു അവകാശി ഇല്ല. എന്റെ കുടുംബത്തിലെ വേലക്കാരനായ ഏലിയാസറാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും അവകാശി. എന്റെ രക്തത്തിൽ പിറന്ന ഒരാളെ തന്നിട്ടില്ല. അതുകൊണ്ട് നീ എന്ത് പ്രതിഫലമാണ് പിന്നെ എനിക്ക് തരാൻ പോകുന്നത്? അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ രക്തത്തിൽ നിന്ന് നിനക്കൊരു കുഞ്ഞ് പറക്കും. അങ്ങനെ അബ്രഹാമിന് ദൈവം ദർശനം കൊടുത്തു. ആകാശത്തിലെ നക്ഷത്രം പോലെ, കാൽച്ചുവട്ടിലെ മണൽത്തരി പോലെ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഭൂമി നോക്കി യാത്ര ചെയ്തൊരു ജനത, സ്വർഗം നോക്കി യാത്ര ചെയ്യുന്ന ഒരു ജനത. അങ്ങനെ രണ്ട് ടൈപ്പ് മക്കള് അബ്രഹാമിനുണ്ടായി. യഹൂദ ജനത, പുതിയ ഇസ്രായേലായ സഭ. അങ്ങനെ 2 തരത്തിലാണ് അബ്രഹാമിന്റെ മക്കളുടെ പരമ്പര. അങ്ങനെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. പിന്നീട് അബ്രഹാം ബലി നടക്കുന്നത് കാണുന്നു. കഴുകന്മാരെ ആട്ടി ഓടിച്ചത് ഒന്നും പറയാൻ സമയമില്ല, അതെല്ലാം നമ്മൾ കണ്ടു, പഠിച്ചു. 16-ാം അധ്യായത്തിലെത്തി. 16-ാം അധ്യായം വളരെ പ്രാധാന്യമുള്ള അധ്യായങ്ങളിൽ ഒന്നാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. തൂങ്ങിയടിച്ച് താഴെ വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വീഴുന്നതിനേക്കാൾ എന്റെ ഭയം ഞങ്ങളുടെ ടൈല് പൊട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഴരുത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. 16-ാം അധ്യായം. അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. 15-ാം അധ്യായം എന്താ പറഞ്ഞത്? നിനക്കൊരു കുഞ്ഞുണ്ടാവും, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുണ്ടാവും. ഇത് അബ്രാമിനോട് ദൈവം പറഞ്ഞു. അപ്പോൾ അബ്രാം അതിന് ആമേൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിയുമ്പോ സാറ കൃത്യം 1 വർഷം പ്രതീക്ഷിച്ചിരുന്നു. 75-ാമത്തെ വയസ്സിൽ അബ്രാമിന് വാഗ്ദാനം കിട്ടി. 25 വർഷം കഴിഞ്ഞാണ് ഇസഹാക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വാഗ്ദാനം കിട്ടുമ്പോ വാഗ്ദാനം പറഞ്ഞ് പിറ്റേ ദിവസം അത് നിറവേറണമെന്നില്ല. പിറ്റേ ദിവസം ആ വാഗ്ദാനം നിറവേറണമെന്നില്ല. വാഗ്ദാനം പൂർത്തിയാവാൻ ചിലപ്പോൾ കാലങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കണം. അവിടാണ് കഴുകന്മാർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കഴുകൻ വന്നിട്ട് പറയും ഇത് നടക്കില്ല. അപ്പൊ വാഗ്ദാനം, ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിറവേറും. നമുക്ക് ഇപ്പോഴ് നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സഹോദരൻ, പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ എല്ലാവരുടെയും പേര് പറയണം, അതുകൊണ്ട് ഒരാളുടെ പേര് മാത്രമായിട്ട് പറയും. ഒരു സഹോദരൻ നമ്മുടെ ഈ ശുശ്രൂഷയിൽ ആദ്യകാലം മുതലേ പ്രാർത്ഥനയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോ കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തു. ദൈവം ഒരു താക്കോൽ ഏൽപ്പിക്കുന്നു. അതാണ് സന്ദേശം. വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞു. ജീവിതത്തിൽ അനേകം തിരിച്ചടികൾ ഉണ്ടായി, അനേകം പ്രയാസങ്ങളുണ്ടായി, മാനഹാനി ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോവാണ്. താക്കോല് കിട്ടുന്നില്ല. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മള് തിരുവനന്തപുരത്ത് വിൽസനച്ചൻ ബർസാറായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലാണ് ധ്യാനകേന്ദ്രത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ പ്രാർത്ഥനകളെല്ലാം നടന്നത്. ഏതാണ്ട് 500 ദിവസങ്ങൾ വൈകുന്നേരങ്ങളിൽ ആ ചാപ്പലിൽ 500 ദിവസം 500 രാത്രികളിൽ ദിവസങ്ങളിൽ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. 500ഓളം ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് പ്രാർത്ഥന. അപ്പൊ അന്ന് ആ പ്രാർത്ഥന ഞാൻ പല സ്ഥലത്തും കൺവെൻഷന് ധ്യാനത്തിനായിട്ട് പോകും. അപ്പൊ ഏതാനും 4-5 സഹോദരങ്ങളാണ് മുടങ്ങാതെ ആ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അന്ന് ആദ്യകാലത്ത് ആ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരന്റെ കയ്യിലായിരുന്നു ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു താക്കോല് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ എപ്പോ വേണേലും തുറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ ആ താക്കോല് ഞാൻ കൊടുത്തത് ഇപ്പോ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ. അദ്ദേഹം ജോലി കിട്ടി ഗൾഫിൽ പോയി. ആ താക്കോൽ എൻ്റെ വന്നു. ആ താക്കോൽ എൻ്റെ വരുമ്പോ
ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ ഇത് ആരുടെ കൊടുക്കും എന്നിങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോ 5 പേരുണ്ട്. 5 പേരും ഈ താക്കോല് വാങ്ങിക്കാൻ യോഗ്യരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എനിക്ക് കർത്താവ് പ്രചോദനം തന്നു, ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ താക്കോല് കൊടുക്കുക. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നല്ല. ഞാനിത് കൊടുക്കുമ്പോ ആ പുള്ളി അവിടെ ഇരുന്ന് കരഞ്ഞു. കാരണം ആ താക്കോല് ഞാൻ കൊടുക്കുമെന്നൊരിക്കലും, കാരണം ആ കോമ്പൗണ്ടിലെങ്ങും ഉള്ള ആളല്ല, ദൂരെ നിന്ന് വരണം. ഇത് നമ്മൾ നോർമലി കോമൺ സെൻസ് അനുസരിച്ച് താക്കോല് കൊടുക്കുന്നത് ഈ താക്കോല് ഏത് കെട്ടിടത്തിന്റെയാണോ അതിനടുത്ത് താമസിക്കുന്നവരുടെ. പക്ഷെ ഏറ്റവും ദൂരെയുള്ള ആളുടെ കയ്യിലാണ് ഈ താക്കോല് കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ സഹോദരന്റെ കയ്യിലാണ് ഇന്നിപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിന്റെ താക്കോലും ഇരിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് ദൈവസന്നിധിയിൽ വലിയ അത്ഭുതമായിരിക്കും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഒരു കൗൺസിലിംഗ് സന്ദേശം കൊടുക്കുകയാണ്, ഇതാ ദൈവം ഒരു താക്കോലേൽപ്പിക്കുന്നു. പക്ഷെ താക്കോലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അത് നടന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നടന്നില്ല. സംഭവിച്ചതൊക്കെ സങ്കടങ്ങളാണ്, സംഭവിച്ചതൊക്കെ ദുഃഖങ്ങളാണ്, ദുഃഖം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് നടന്നത് മുഴുവൻ. പക്ഷെ അതിനുശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ താക്കോല് വരുന്നത്. ദൈവം പറഞ്ഞാൽ അത് വരും, നിന്റെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഞാൻ ആദ്യകാലങ്ങളിൽ 10 20 പേരോടൊക്കെ മിനിമം സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് എറണാകുളത്ത് സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ, അങ്കമാലിയിൽ ആൽബർട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റർ റോസ്ലിനുണ്ട്. റോസ്ലിൻ സിസ്റ്റർ പണ്ടുകാലം മുതൽ എന്നെ ഫോണിൽ വിളിച്ച് പലപ്പോഴും വിളിക്കുമ്പോ കർത്താവ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയും. ആദ്യകാലങ്ങൾ പണ്ടത്തെ കാര്യം പറയും. ഞാൻ ഈ സുവിശേഷ വേല ആരംഭിക്കുന്ന കാലത്ത് അന്നൊന്നും എന്നെ ആരും വിളിക്കത്തില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ആദ്യകാലങ്ങളാണ്, നമ്മുടെ പള്ളിയിലുള്ളവർ പോലും നമ്മളെ കേൾക്കാൻ താല്പര്യമില്ലാത്ത കാലമാണ്. ആ കാലഘട്ടങ്ങളിൽ ഈ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛന്റെ 100 കണക്കിന് അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ചിരിച്ചാ സിസ്റ്റർ അറിയില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചിരിച്ചില്ല. കാരണം അതൊരിക്കലും നടക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അത് നടക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ഏതാണ്ട് 9 രൂപതകളിലെ അച്ഛന്മാരെ ഇതിനോടകം ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് 1500ഓളം അച്ഛന്മാരെ ഒരു ദിവസം ധ്യാനിപ്പിക്കാൻ വട്ടായിലച്ചൻ വിളിച്ചനുസരിച്ച് ഒരു ദിവസം 1500ഓളം അച്ഛന്മാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഇത് നടക്കുമെന്ന് പോലും ഒരു ചിന്തയില്ല. അത് നടക്കുവോ നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല. പക്ഷെ ദൈവം പറയുകയാണ് അത് അച്ഛന്മാരെ ധ്യാനിപ്പിക്കും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഒരു 4 വർഷമായിട്ടുണ്ടാവും വട്ടായിലച്ചന്റെ ടീമിനെ ധ്യാനിപ്പിച്ചുകൊണ്ട് അട്ടപ്പാടിയിൽ ഇരിക്കുമ്പോ ഞാൻ ആ വർഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരണമെന്ന് ആഗ്രഹിച്ച ഒരു 10-12 കാര്യങ്ങൾ ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പേപ്പർ എൻ്റെ ബൈബിളിലുണ്ട്. അപ്പൊ വട്ടായിലച്ചൻ വന്നപ്പോ ഞാൻ അച്ഛന്റെ കയ്യിൽ ഈ പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കുരിശ് വരച്ച് തരാമെന്ന് ചോദിച്ചത്. ഇതെല്ലാം നടക്കട്ടെ. അപ്പൊ അച്ഛൻ ഈ കുരിശ് ഇതെടുത്ത് പിന്നെ ആ പേപ്പർ എടുത്തിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ എഴുതി KCBCയിലെ മെത്രാന്മാരുടെ ധ്യാനം. അത് ഞാൻ എഴുതിയതല്ല. മെത്രാന്മാരെ, കേരളത്തിലെ മെത്രാന്മാരെ ധ്യാനിപ്പിക്കുക, അതാണ് അച്ഛൻ KCBCയിലെ മെത്രാന്മാർ. ഞാൻ എഴുതിയതല്ല, വട്ടായിലച്ചൻ എഴുതി. അപ്പൊ ഞാൻ വിചാരിച്ചത് വെറുതെ എന്തിനാ ഇത് എഴുതി വെക്കുന്നത്, ഞാൻ എന്റെ കാര്യം പ്രാർത്ഥിച്ചാ പോലെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് കുരിശും വരച്ച് എൻ്റെ തന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഓഗസ്റ്റിൽ ഞാൻ KCBCയിലെ മെത്രാന്മാരെ ധ്യാനിപ്പിക്കാൻ പോവാണ്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം പറഞ്ഞാൽ നടക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും എനിക്ക് പേടിയാണ് ഓർത്തിട്ട്, ഇപ്പോഴും പേടിയാണ്. അതായത് ഇപ്പോഴും ഓർക്കുമ്പോ തന്നെ പേടിയാണ്. അപ്പോ ദൈവം പറഞ്ഞാൽ അത് നടക്കും. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ദൈവം പറഞ്ഞാൽ നടക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞത് മുഴുവൻ ഈ പുസ്തകത്തിലുണ്ട്. ദൈവം പറഞ്ഞത് മുഴുവൻ. അതായത് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വെട്ടുകാട് പള്ളിയിൽ ശുശ്രൂഷയ്ക്ക്
ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു സങ്കടമുണ്ട്. ആ സങ്കടത്തിന്, അതായത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യത്തിന് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു പ്രയാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ അതിനുവേണ്ടി അവരുദ്ദേശിച്ചിരുന്ന വ്യക്തി ഒരിക്കലും ഇവിടെ വരാൻ സാധ്യതയില്ല. ആ വ്യക്തിയോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാവാൻ, അല്ലെങ്കിൽ അത് നടക്കില്ല. മാനുഷികമായിട്ട് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ വെട്ടുകാട് പള്ളിയിൽ അന്ന് വചനം കേട്ടിട്ട് ആ സഹോദരങ്ങള്, ആ മാതാവും പിതാവും ഒരു തീരുമാനം ഇതാണ്: ഞങ്ങള് ബൈബിൾ എല്ലാ ദിവസവും മുടങ്ങാതെ വായിച്ചോളാം. ബൈബിള് മുടങ്ങാതെ ഞങ്ങൾ ബൈബിള് വായിച്ചോളാം. അപ്പൊ ഇത് ഒരു തീരുമാനം എടുത്തു. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഇങ്ങനെ ബൈബിള് വായിച്ചോളാൻ തീരുമാനം എടുക്കുമ്പോ ആ അമ്മ പറഞ്ഞു, ഇങ്ങനെ വിശ്വസിച്ചു. അതായത് വിശ്വാസമാണ് കേട്ടോ. അതായത് ഞാൻ ഈ പറയുന്ന ആള് ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വരും, വന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരും. ഇതാണ് നിയോഗം. അച്ഛൻ്റെ അടുത്ത് വരണം, അതാണ് നിയോഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും എനിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ദൈവം പറഞ്ഞ് കർത്താവ് ഇത് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ആദ്യ വെള്ളിയാഴ്ചക്കുള്ളിൽ കൊണ്ടുവരും എന്ന് സത്യത്തില് ഞാനും ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച വെട്ടുകാട് പള്ളിയിലിരുന്ന ഇത് പറയുന്നത്. എന്നിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിള് വായിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബുധനാഴ്ച രാത്രിയായിട്ടും ഒന്നും നടന്നിട്ടില്ല. ഒരു നീക്കുപോക്കും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. വ്യാഴാഴ്ചയായിട്ടും ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ദൈവമേ, അത് നടന്നില്ലല്ലോ എന്നോർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇനി ഈ സഹോദരങ്ങൾ അവര് പറയുന്ന ആളെ ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ ഞാൻ ഇവിടെ കാണണമെന്നില്ല. അതാണ് വേറൊരു വിഷയം. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇന്നലെ ഉച്ചയ്ക്ക് ആ പറഞ്ഞ ആള് ഇവിടെ ഇരുന്ന് കർത്താവിന്റെ നാമത്തിലുള്ള ദൈവസ്വരം കേട്ട് തിരിച്ചുപോയി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതായത് അത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞു. ബൈബിൾ അങ്ങോട്ട് വായിച്ചിട്ട് ഇതിനകത്ത് പറയുന്ന അങ്ങ് വിശ്വസിച്ചു, സ്വീകരിച്ചു. അരമണിക്കൂർ മുടങ്ങാതെ ബൈബിൾ വായിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി അതെല്ലാം കൂടെ, ആ സാക്ഷ്യങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു പുസ്തകം എഴുതാനുള്ള സാക്ഷ്യങ്ങൾ ഇതിനോടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോരാളുകൾ ബൈബിള് വായിക്കാൻ തുടങ്ങി, കെട്ടഴിയാൻ തുടങ്ങി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിനകത്ത് എന്താ മാജിക്കെന്നറിയാമോ? ഇതിനകത്ത് ഒരു മാജിക്കുമില്ല. അതായത് ദൈവത്തിന്റെ വചനം. അപ്പൊ ഇതിങ്ങനെ വായിച്ചു പോകുമ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം വായിക്കുന്ന ആൾ വിശ്വസിക്കുക, അത് ഉറപ്പാ. അതാണ് അതിനകത്തെ ടെക്നിക്. ഈ വചനം ഇങ്ങനെ വായിച്ചു പോകുമ്പോ ഇതിനകത്ത് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ ആളങ്ങ് സ്വീകരിക്കുമ്പോ അയാളിൽ അത് സംഭവിക്കും. കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. കണ്ണടഞ്ഞ് താഴെ വീഴാതിരിക്കാൻ പരിശുദ്ധാത്മാവിനോട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഉറങ്ങുന്നില്ല. 1-2 അമ്മച്ചിമാരൊക്കെ എനിക്ക് ഒന്ന് കഞ്ഞി കൂടുതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ധ്യാനകേന്ദ്രത്തെ സഹായിച്ചതാന്ന് തോന്നുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് അതരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അബ്രാമിനോട് ദൈവം പറഞ്ഞു മക്കളുണ്ടാവും. വയസ്സ് 75 ഉള്ളൂ. 25 കൊല്ലം കാത്തിരുന്നിട്ടാണ് നടന്നത്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ കാര്യം നാളെ നടന്നില്ലെന്നോർത്ത് പ്രയാസപ്പെടുകയും ചെയ്യരുത്. ദൈവം പറഞ്ഞതാണെങ്കിൽ അത് നടന്നിരിക്കും, അതിന് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട മക്കളെ, പക്ഷേ കഴുകൻ വന്നു. ആദ്യം വന്ന കഴുകനെ അബ്രാം ആട്ടി ഓടിച്ചെങ്കിലും സാറായുടെ രൂപത്തിൽ വന്ന കഴുകനെ അബ്രാമിന് തിരിച്ചറിയാൻ പറ്റിയില്ല. അബ്രാം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അബ്രാം അല്ല, സാറ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. സാറ പറയുകയാണ്, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. കണ്ട, അതൊരു ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അത് ദൈവം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇനി മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കഴുകം എന്ന് പറയാൻ പോകുന്നത്. ദൈവം പറയും ഇത് നടക്കും,
പിശാച് പറയും ഇത് നടക്കില്ല. ഉദാഹരണമുണ്ട് ഉൽപ്പത്തി പുസ്തകം, ഇപ്പൊ എടുക്കണ്ട, ഉൽപ്പത്തി പുസ്തകം 3 ഉദാഹരണം. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിലുണ്ട്, പിശാച് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ മരിക്കില്ല. ദൈവം പറഞ്ഞു, ദൈവം എന്ത് പറഞ്ഞു? നിങ്ങൾ മരിക്കും. സാത്താൻ എന്ത് പറഞ്ഞു? നിങ്ങൾ മരിക്കില്ല. ഇതാണ് പിശാചിന്റെ പരിപാടി. എന്ത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നോ അതിന്റെ വിപരീതമാണ് പിശാച് പറയുന്നത്. അതുകൊണ്ട് ചില ആളുകൾ പറയും ബൈബിളിൽ അങ്ങനെ പലതും പറയും, ബൈബിളിൽ അങ്ങനെ അച്ഛന്മാരങ്ങനെ പലതും പറയും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ബൈബിളിൽ പറഞ്ഞതേ നടക്കൂ, ബൈബിളിൽ പറഞ്ഞത് മാത്രമേ നടക്കൂ. നീ ആ വഴിക്ക് നടന്നില്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിന്നെ ദൈവം നടത്തും. വഴിയില്ല, വേറെ വഴിയില്ല. അതായത് എഴുതപ്പെട്ട ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം നടക്കും. ഇനി നമ്മൾ പറയാണ് നമ്മൾ ആ വഴിക്കല്ലെന്ന് പറഞ്ഞാൽ, നിന്നെ എങ്ങനെയെങ്കിലും യോനാട കപ്പല് തകർത്തതുപോലെ നിന്റെ കപ്പല് തകർത്തിട്ടാണേലും ദൈവം നിന്നെ വചനം പറയുന്ന നിനിവയിൽ എത്തിച്ചിരിക്കും, ഒരു സംശയമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ പറയാണ് ഞാൻ ദൈവവചനത്തിന് വിപരീത ദിശയിൽ താർസൂസിലേക്ക് പോവാണ്, കർത്താവ് നിന്റെ കപ്പലടിച്ച് തകർത്തിട്ടാണേലും നിന്നെ ഇവിടുന്ന് നിനിവയിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ എന്നാ ചെയ്യുന്നറിയാമോ? മര്യാദയ്ക്ക് ദൈവവചനം പറയുന്ന വഴിക്ക് പോകുന്നതാണ് നല്ലത്. അതാ നല്ലത്. കാരണം വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത, ഞാൻ പണ്ട് എൻ്റെ കൂടെയുള്ള ആളുകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു, അതായത് ഒരുപാട് സഹനം ഒഴിവാവാൻ ഒരു വഴിയുണ്ട്. എന്തെന്നറിയാമോ? ഇതങ്ങ് പാലിച്ചാൽ മതി, ആവശ്യമില്ലാത്ത അടി വാങ്ങിക്കുന്ന എന്തിന്? ഉള്ള വഴിക്കെല്ലാം ദൈവവചനം പാലിക്കാൻ ശ്രമിച്ചാൽ ഒത്തിരി അടി ഒഴിവായി കിട്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻ ഡയറക്റ്റ് കോൺട്രഡിക്ഷൻ, a statement which directly contradicts. ദൈവം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. മക്കളുണ്ടാവാൻ എനിക്ക് ദൈവം വരം തന്നിട്ടില്ല, എ ഡെലിബറേറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. തന്നിട്ടില്ല, നടക്കില്ല, കിളവാ നടക്കില്ല. അപ്പൊ തന്നെയല്ല അബ്രാം ഈ അമ്മച്ചി പറയാണ്, നിങ്ങൾക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വിവരമുണ്ടോ? വിവരം നിങ്ങൾക്ക് പല്ലുണ്ടോ? വായി നിങ്ങൾ കണ്ണാടി നോക്കില്ലേ? നിങ്ങൾ നിക്കണേ, ഞാൻ പിടിക്കണം. നിങ്ങൾ നാണമില്ലേ? നിങ്ങളുടെ തലയ്ക്കകത്ത് ബോധമുണ്ടോ? അച്ഛന്മാരങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം സാറാ പറഞ്ഞ ഡയലോഗല്ല, നിങ്ങളുടെ വീട്ടിലെ ഡയലോഗാണ്. മനസ്സിലായോ? അതായത് അത് അങ്ങനെ പലതും പറയും. പിന്നെ ഞായറാഴ്ച പണി വെക്കരുത്, അത് പള്ളി അച്ഛനും പറയാൻ പണിയൊന്നും ഇല്ലല്ലോ, അച്ഛനങ്ങനെ പലതും പറയും. എന്റെ പൊന്നുമക്കളെ, ദൈവം പറഞ്ഞതിന് നേരെ വിപരീതമായി സാത്താൻ പറയും. ഇപ്പൊ കണ്ടോ 15-ാം അധ്യായത്തിൽ എന്ത് ഹാപ്പി ആയിരുന്നു നമ്മള്. 16-ാം അധ്യായം നമുക്ക് സങ്കടമായില്ലേ? അതായത് സാറാ പറയുകയാണ്, മക്കളുണ്ടാവാൻ എനിക്ക് വരം തന്നിട്ടില്ല, അയ്യോ തന്നിട്ടില്ല. അതുകൊണ്ട് സാറാ പറയുകയാണ്, പൊന്നുകളവ മര്യാദയ്ക്കൊരു കാര്യം ഞാൻ പറയാം. നല്ല പയറുമണി പോലൊരു പെണ്ണുണ്ട് വീട്ടിൽ. അവരുടെ പേരാണ് ഹാഗാർ. അവളെ എവിടുന്ന് കിട്ടിയാന്നറിയാമോ? എവിടുന്നാ? കണ്ടോ, ഈ നാശം മുഴുവൻ തുടങ്ങിയത് അവിടുന്ന, ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഒരടിമ പെണ്ണുണ്ട് വീട്ടില്. അവളിങ്ങനെ ചെക്കുബുക്ക് റയിലേക്ക് പാടി ഇങ്ങനെ നടക്കുകയാണ്. അവളിങ്ങനെ അങ്ങനെ നടക്കുന്ന സമയത്ത് സാറ പറയാണ്, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മക്കളുണ്ടാവും, സത്യം, ഇത് സത്യം, മക്കളുണ്ടാവും. പക്ഷേ എന്നിൽ നിന്നല്ല. കണ്ടോ, ദൈവത്തെ സഹായിക്കാമെന്ന് സാറ വിചാരിച്ചു. എങ്ങനെയും പാവം ദൈവമല്ലേ, ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാം.
അല്ലേ? ദൈവത്തെ ഒന്ന് സഹായിച്ചേക്കാം. പാവം ദൈവം പറഞ്ഞു മക്കളുണ്ടാവുന്നു, നമുക്കാണെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് പാവം ദൈവത്തെ നമുക്ക് പാവമല്ലേ എങ്ങനെയും ഒന്ന് സഹായിച്ചേക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ദൈവത്തെ സഹായിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പൊ ഈ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ആള് കൂടണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ഒരു വാഗ്ദാനം ഇതാണ്. അതായത് ഈ മല ആളുകളെ കൊണ്ട് നിറയും. ഇതൊരു വാഗ്ദാനമാണ് കേട്ടോ, നടക്കും. അപ്പൊ ഡാനിയലച്ചൻ വിചാരിക്കാണ്, ദൈവം അങ്ങനെ പറഞ്ഞല്ലേ, എങ്ങനെയും ദൈവത്തെ ഒന്ന് സഹായിക്കാം. അതുകൊണ്ട് ഞാൻ നാളെ തിരുവോസ്തി എടുത്തിട്ട് അതിനകത്ത് ഈശോയുടെ പടം വരച്ച് വെച്ചിട്ട് ഇവിടെ വെച്ച് നിങ്ങളെല്ലാം വിളിക്കുകയാണ്. അത് നോക്കണ്ടോ, അത്ഭുതം അത്ഭുതമേ, അയ്യോ അത്ഭുതമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചങ്കത്തടിച്ച് നിങ്ങളെ എല്ലാം കൂടെ വിളിച്ചാൽ ഇവിടെ 1,00,000 പേര് വരും. 1,00,000 പേര് വരും. 1,00,000 പേര് വരും. ദൈവത്തെ സഹായിക്കാൻ നോക്കിയതാണ്. ദൈവത്തെ സഹായിക്കാൻ നോക്കി എന്താ പറ്റിയെന്നറിയാമോ? അന്നും ഇന്നും ക്രിസ്ത്യാനിയെ വേട്ടയാടുന്ന ഒരു ജനതയ്ക്ക് രൂപം കിട്ടി. ദൈവത്തെ സഹായിക്കാൻ നോക്കിയതാണ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൊന്നു മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ദൈവത്തെ ആരും സഹായിക്കണ്ട, ദൈവം സഹായിച്ചു. പണ്ട് പറയുന്ന മോശം എങ്കിലും പറയാം. അതായത് ഒരു കാർട്ടൂൺ ഞാൻ വായിച്ചതാണ്, തമാശാണ്, അങ്ങനെ എടുത്താൽ മതി. അതായത് കർത്താവിന്റെ വലിയൊരു സ്റ്റാച്യു, അപ്പൊ അതിന്റെ അടിയിൽ ഈ ഇടിവെട്ടേക്കാതിരിക്കാൻ ഒരു കാന്തം വെച്ചിരിക്കാൻ. അപ്പൊ ഒരുത്തൻ പറയാണ്, എന്നെ രക്ഷിച്ച കർത്താവേ, നിന്നെ രക്ഷിക്കാൻ കാന്തം വേണമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു തമാശാണ്. എന്ന് പറഞ്ഞാല് ദൈവത്തെ രക്ഷിക്കാൻ, സ്റ്റാച്യുവിനെ രക്ഷിക്കാൻ കാന്തം വെക്കേണ്ടി വരും. ദൈവത്തെ രക്ഷിക്കാൻ നമ്മുടെ ആരുടെ സഹായം വേണം? മനസ്സിലായോ? ദൈവത്തെ നമ്മളങ്ങ് സഹായിക്കാൻ നോക്കണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ വെച്ച് കർത്താവ് പറഞ്ഞു, കർത്താവ് നിങ്ങളോട് പറയാണ്, മകളെ, നിന്റെ കുടുംബത്തെ, നിന്റെ മകനെ കർത്താവ് രക്ഷപ്പെടുത്തും. നീ നാളെ വീട്ടിൽ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഡാനിയച്ചൻ പറഞ്ഞു ആ കർത്താവ് രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് ഇനി നാളെ മുതൽ നമ്മുടെ വഴിക്ക് പോയി അങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുത്താം. ഞാൻ പറയുന്നതിന്റെ ആശയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഗ്രഹിക്കണം. ദൈവത്തെ സാറ സഹായിക്കാന്ന് വിചാരിക്കുകയാണ്. സാറ പറയാണ്, എന്റെ മുമ്പിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. അതായത് ആ പെങ്കൊച്ചു വലിയ കുഴപ്പമില്ലാത്തൊരു കൊച്ചാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പണ്ടത്തെയാണ് ചേട്ടന്മാരൊന്നും ഇത് കുറിച്ച് ഇത്രയും നേരമില്ലാത്ത ആവേശം ഇത് എഴുതാൻ കാണിക്കരുത് കേട്ടോ. ബാക്കിയൊന്നും എഴുതിയില്ലല്ലോ, ഇനി പറയുന്ന എഴുതരുത്. അതായത് ഈ പണ്ടത്തെ കാര്യമാണിത്, പഴയ കാലമാണിത്. അല്ലാതെ ഇനി അത് ബൈബിള് പഠിച്ചപ്പോ നല്ലൊരാശയമന്മനതാരിൽ വന്ന് നിറഞ്ഞ് തുളുമ്പരുത്. അതായത് ശ്രദ്ധിച്ചോണം, പണ്ടത്തെ കാര്യമാണ്. പണ്ടത്തെ പുരാതന കാലത്തെ മോശ വഴി നിയമപ്രമാണം നൽകപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണിത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഭാര്യയിൽ നിന്ന് മക്കളില്ലെങ്കിൽ ആദ്യത്തെ ദാസിയിൽ നിന്ന് മക്കൾക്ക് ജന്മം കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഈജിപ്തിൽ നിന്ന് വന്ന പെങ്കൊച്ച് കയറി ഗ്രേഡ് കയറി പ്രൊമോഷൻ കിട്ടി അവള് എത്തിയ പൊസിഷൻ നിങ്ങൾ നോക്കിക്കോണം. അതാണ്, ചില പിശാച് കയറിയാൽ നിന്റെ കഴുത്തെ വരെ അവൻ കയറും, അല്ലെ അവള് കയറും, പിശാച് കയറും. കേറി ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ കയറി ഇവിടെ ഇങ്ങനെ പിശാചാന്ന് അന്നേരം അറിയത്തില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ പറഞ്ഞ് ഈ പെങ്കൊച്ചുണ്ട്, അവള് മിടിക്കുക. അതുകൊണ്ട് അബ്രഹാം നോക്കിയപ്പോ ഇപ്പോ പിള്ളേരുണ്ടാവുമെന്ന് ദൈവം പറയുന്നു, ആമേനൊക്കെ പറഞ്ഞു, ഒന്നും നടക്കുന്നില്ല. പിള്ളേര് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പച്ചനും അമ്മച്ചിയും അവർക്ക് അതുകൊണ്ട് എന്നാ പിന്നെ ഹാഗാറെങ്കിൽ ഹാഗാർ എന്ന് വിചാരിച്ച ഭയങ്കര അബദ്ധമായിപ്പോയി. അങ്ങനെ ഹാഗാറിനെ ഭാര്യയോട് കൊടുത്തു. ഹാഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോ മുതല് അവള് പഴയ സിനിമാ പാട്ടുകൾ വിട്ടിട്ട് തീ പോലെ ഇറങ്ങണമേ എന്നിട്ട് സാറായെ നോക്കിയിട്ട് മനസ്സിലായോ? അതായത് ഈ സാറായോട് ഭയങ്കര പുച്ഛം. അങ്ങനെ ഉണ്ട്, ഞാൻ പറയുന്നല്ല, നിങ്ങൾ വായിച്ചാൽ മതി. അബ്രഹാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയായെന്നറിഞ്ഞപ്പോ അവളെ യജമാനത്തിയെ നിന്നയോടെ വീക്ഷിച്ചു. മനസ്സിലായോ? പണി കൊല്ലത്തൂന്ന് വരുന്ന കണ്ടോ? മനസ്സിലായോ? അതായത് ആദ്യത്തെ ആഴ്ച തന്നെ പണി കിട്ടുക. സാറായാണ് ഈ ഏർപ്പാടെല്ലാം ചെയ്തു കൊടുത്തത്. അങ്ങനെ സാറായിക്കിട്ട് ആദ്യത്തെ പണി വരിക. സാറ ബുദ്ധിമുട്ടുകയാണ്. ഹാഗാറ് സാറ വഴി നിൽക്കുമ്പോൾ അവന് പറയും,
മാറി നിൽക്കും, ശാപം പിടിച്ച പെണ്ണും പിള്ള മാറി വഴി അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഉപദ്രവിക്കുകയാണ്. അമ്മച്ചിയാണ് ഒന്നാമത് നടക്കാൻ വേദന, അയ്യോ ദൈവമേ ഞാനാണല്ലോ ഈ കുരിശ് വരുത്തി വെച്ചത് എന്നോർത്തിട്ട് അബ്രാമിനോട് സാറ പറഞ്ഞു, ഞാൻ പ്രായമാണെങ്കിലും ഞാനാണ് നിങ്ങളുടെ ഒറിജിനൽ ഭാര്യ, അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് എന്റെ ദുരിതത്തിന്, അബ്രഹാമിനോട് പറയുകയാണ്, എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ, ഞാനാണല്ലോ ആ ദാസിയെ വിട്ടു തന്നത്, ഇപ്പോൾ നിങ്ങൾക്കും അവൾക്കും ഞാൻ നിന്നയായി. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സാറായോട് അബ്രഹാം പറയുകയാണ്, അവള് നിന്റെ ദാസി തന്നെയാണ്, നീ അന്ന് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഞാനായിട്ട് നിന്റെ വാക്ക് കേട്ട് ഞാനും ഈ അബദ്ധത്തിൽ കുഴി ചെന്ന് ചാടി, എനിക്ക് ഇത് ദുരിതമാണിത്. മറ്റേത് ആ വാതുക്കലെ നിൽക്കത്തല്ലായിരുന്നു, ഇപ്പൊ ചേട്ടാന്ന് പറഞ്ഞ് ഇങ്ങ് കയറി വരികയാണ്. അതുകൊണ്ട് മറ്റേത് മര്യാദയ്ക്ക് അവിടെ കാണും നിന്ന് കാപ്പിയും വെള്ളവും തന്നിട്ട് പോയ ടീമാണ്. ഇപ്പം ഭാര്യയായല്ലോ, അതുകൊണ്ട് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഇങ്ങേർക്ക് തന്നെ ഒരു അത് അയാൾ പറഞ്ഞു, നിന്റെ വാക്ക് കേട്ട് ഞാൻ ഈ ദുരിതത്തിലായതാണ്, അതുകൊണ്ട് എനിക്കും ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള പോലെ ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ നമ്മൾ സഹായിക്കണ്ട, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തോളൂ. ദൈവം ചെയ്യാനുള്ളത് ദൈവം അതിന് ദൈവത്തിന് ഒരു കൃമിയുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ദൈവം ചെയ്യാനുള്ളത് നിന്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ, നിന്റെ ഇടവകയിൽ, എൻ്റെ ഇടവകയിൽ, നിന്റെ സമൂഹത്തിൽ, എൻ്റെ സമൂഹത്തിൽ, നിന്റെ കൂട്ടായ്മയിൽ, എൻ്റെ കൂട്ടായ്മയിൽ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാം, ബൈബിളിൽ നല്ലൊരു വാക്കുണ്ട്, ഞാൻ ദൈവത്തെ കാത്തിരുന്നു. വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. ദൈവം ചെയ്യുന്നത് കാത്തിരുന്നാ മതി. ദൈവം ചെയ്യും, കാത്തിരുന്നാ മതി. പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥനയോടെ കാത്തിരിക്കണം, ദൈവം ചെയ്യും. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോവാണ്. അപ്പോൾ അവള് ഹാഗാറ് വീട് വിട്ട് ഇറങ്ങിപ്പോയി. എഴുന്നേറ്റ് നമുക്കൊന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. യജമാനത്തിയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ അപ്പൊ അമ്മായിമ്മ പോര് ഈ വേലക്കാരിയോട് എടുക്കാൻ തുടങ്ങി. ആര്? സാറ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, നിങ്ങൾ അതിലേക്ക് PhD എടുത്ത ആളുകളാണ്. എങ്ങനെയാണ് ഒരാളെ പീഡിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നോർത്താ മതി. ബുദ്ധിമുട്ട് കാരണം മരുമോൾ ഇറങ്ങിപ്പോയി, ബുദ്ധിമുട്ട് കാരണം ദാസി ഇറങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് അവള് വളരെ പോസിറ്റീവായിട്ട് തീരുമാനം എടുത്തു, ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല. കാരണം ഈ തള്ള ഒലക്ക കൊണ്ടടിക്കും, ചിലപ്പോ ഈ അരകല്ലെടുത്ത് തലയിലിടും, ചിലപ്പോ തവി കൊണ്ട് തലക്കിട്ട് കിണ്ണും. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് അവളൊരു അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത പെങ്കൊച്ചാണ്. അതുകൊണ്ടാണ് ദൈവം അവളെ സഹായിക്കുന്നത്. അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതെന്നാ പറഞ്ഞു, എടി നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞു പോയി, അബ്രഹാമിന്റെ കൂടെ പോകാൻ പറഞ്ഞു പോയി, അബ്രഹാമിന്റെ ഭാര്യ ഞാൻ പറഞ്ഞു ചെയ്തു, എന്റെ കൂടെ. അത് അടിമപ്പെണ്ണ, അതിനറിയാൻ പാടില്ല. വിവരക്കേട് മുഴുവൻ, ബോധമില്ലായ്മ മുഴുവൻ കാണിച്ച് നമ്മളാണ്. അപ്പൊ അതിന് അറിവില്ലാതെ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അവള് തീരുമാനിച്ചു, പൊക്കളയാം, സഹിക്കാൻ വയ്യ, പൊക്കളയാം. പ്രിയപ്പെട്ട മക്കളെ, ദാമ്പത്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മർമ്മപ്രധാനമായ ഒരു കാര്യം പറയാം. അതായത് തെറ്റായ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ ദാമ്പത്യം ഇന്നും തകർന്നു ജീവിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റായ ഒരു തീരുമാനം, അതായത് അന്ന് ഒരു അബദ്ധം കാണിച്ചു. എന്താണ്? അപ്പനും അമ്മയും പറഞ്ഞാണ്, കൊച്ച ഈ കല്യാണം വേണ്ട, ദൈവത്തിന് ഹിതകരമല്ലാത്ത സഖ്യമുണ്ടാക്കി അനുസരണക്കേട് കുന്നുകൂട്ടിയ സന്തതിക്ക് ദുരിതമെന്ന് യെശയ്യാ പറയും. അപ്പൊ എന്നാ സംഭവിക്കുമെന്നറിയാമോ? അതായത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധം, അതിന് ഒരു കല്യാണം കഴിച്ചു. കർത്താവ് ആശീർവദിച്ചതല്ലത്, അങ്ങനെ ഒരു അബദ്ധം പറ്റി, ദുരിതമാണ്. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ദുരിതത്തിൽ കിടക്കുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ജീവിതം നശിച്ചു, ഇനി പ്രതീക്ഷയില്ല, ഇനി ആത്മഹത്യ ചെയ്യാനേ പറ്റൂ, ഇനി വിവാഹമോചനമേ കൺമുമ്പിലുള്ളൂ. ഇവിടെ കർത്താവ് ഒരു വെളിപ്പെടുത്തൽ തരുന്നത്, അതായത് എന്തു തെറ്റ് ചെയ്ത് ദൈവനിഷേധത്തിന്റെ വഴിയിലൂടെ അനുസരണ കാണിച്ച് കേട് കാണിച്ച് ദുരിതം ഉണ്ടാക്കിയാലും ആത്യന്തികമായിട്ട് ഒരാളെയും ദൈവം കൈവിടില്ല. അത് സാറായെയും കൈവിടില്ല, ഹാഗാറിനെയും കൈവിടില്ല. നമ്മൾ വിചാരിക്കും ഇസഹാക്കിനെ മാത്രമേ ദൈവം സ്നേഹിച്ചുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുണ്ടായ ഒരു കൊച്ചല്ല ഇത്.
പക്ഷെ അതിനെയും ദൈവം വിടില്ല. അതിന്റെയും അപ്പൻ ദൈവമാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഭാരപ്പെടരുത്. അബദ്ധങ്ങൾ ഒത്തിരി പറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അബദ്ധങ്ങളിൽ ജീവിതത്തിൽ ഒത്തിരി 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 ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരിതങ്ങളിൽ പെട്ടെന്ന് ക്ലേശിച്ച് ജീവിക്കുകയാണ്. അയ്യോ എല്ലാം തകർന്ന്, അങ്ങനെ ചിന്തിക്കരുത്. ഒരു വഴി ദൈവത്തിനുണ്ട്. നിങ്ങൾ GPS ഇട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. പെരുമ്പാവൂര് പോകാൻ വഴി അറിയാത്തത് കൊണ്ട് വണ്ടിയിൽ GPS ഇട്ടു എന്ന് വിചാരിക്കുക. പെരുമ്പാവൂരിന് പോകേണ്ടത് കോട്ടയം വഴി തെങ്ങണ വഴി ആണെന്ന് വെച്ചു. തെങ്ങണ വഴിയാണ് തെങ്ങണ വഴി പോവാതെ വേറൊരു വഴിയെ പോയപ്പോ GPS എന്ത് ചെയ്യുന്നറിയാമോ? GPS പറഞ്ഞാൽ മനസ്സിലായോ? ഈ വഴിയൊക്കെ കാണിച്ചു തരുന്ന GPS, അങ്ങനെ ഒരു സാധനം. അപ്പൊ GPS വെച്ച് പോവാണ്. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് വഴി തെറ്റി അങ്ങനെ ഞങ്ങൾ പാതിരാത്രി ഒരു തോട്ടിലൊക്കെ ചെന്നിട്ടുണ്ട്. GPS പോയതാ. ഒരു തോട്ടി ചെന്ന് നിൽക്കുന്ന അവസാനം, ദൈവമേ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാ പറയുന്നത്. മുന്നോട്ട് പോയ ചത്തുപോടാ GPS എന്ന് അതിനോട് പറയാൻ പറ്റും. മുന്നോട്ട് പോകാനാ പിന്നെയും പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളൊരു രാത്രി എവിടെയോ ധ്യാനത്തിന് പോയതാ. GPS ഇട്ട് ഓടിച്ച് നേരെ ഒരു ഇറക്കം ഇറങ്ങി അങ്ങോട്ട് നോക്കിയപ്പോഴാ കണ്ടത് ടയറെല്ലാം വെള്ളത്തില. ദൈവമേ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് തിരിച്ചു കയറിയത്. തിരിക്കാൻ പറ്റില്ല, നേരെ റിവേഴ്സ് എടുത്ത് വേണം കയറ്റം തിരിച്ചു പോരാൻ. പോട്ട് നിങ്ങൾ കടലിൽ വീണ ആളുകളാണ്. നിങ്ങൾ ഭയങ്കര ഗമയെ നിൽക്കുന്നത്. നിങ്ങൾ കടലിൽ വീണിട്ട് അവിടുന്ന് മുങ്ങൽ വിദഗ്ധർ രക്ഷപ്പെടുത്തിയ ആളാണ് എന്നെ പരിഹസിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഈ GPS ഇട്ട് പോകുമ്പോ ഉണ്ടല്ലോ, ഈ വഴിതെറ്റി പോയിട്ട് നമ്മൾ കുറെ ദൂരം തെറ്റായ വഴി പോകുമ്പോ ഈ GPS അടുത്ത ടേണിംഗ് പോയിന്റ് കാണിക്കണം. അടുത്ത ടേണിംഗ് തിരിച്ചു വരാൻ, അടുത്ത വഴി തിരിച്ചു വരാൻ എങ്ങനെയെങ്കിലും ഇത് ഓൺ ചെയ്തിട്ടാലുണ്ടല്ലോ എങ്ങനെയും അലച്ചു പിടിച്ച് നമ്മളെ പഴയ വഴിയിലാക്കും. നല്ല ഒന്നാം തരം ഒരു GPS ആണ് ദൈവം. എവിടെ തെറ്റിയാലും നിന്നെ അടുത്ത റൂട്ടിലൂടെ അവൻ ഈ നിന്നവയിലെത്തിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഭാരപ്പെടരുത് കേട്ടോ, ഭാരപ്പെടരുത്. ബൈബിൾ പഠിച്ചാലുള്ള ഗുണം അതാണ്. തെറ്റിയതാണ് ഇതിനകത്തെ 90% ആളുകൾ. എങ്ങനെയും ഒക്കെ കറക്കി തിരിച്ച് കൊണ്ടുവരും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഹാഗാറിനെ സംബന്ധിച്ചും ദൈവത്തിനൊരു കരുണയുണ്ട്. കണ്ണുകളടച്ചേ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കർത്താവേ, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അയ്യോ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കർത്താവേ. അബദ്ധങ്ങൾ ഒത്തിരി പറ്റി, കരുണയാവണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുടുംബത്തിൽ ഈ കാർമൽ മലയിൽ നിന്ന് വിടുതൽ ഇറങ്ങും മക്കളെ, വിടുതൽ ഇറങ്ങും. നിങ്ങൾ ഹൃദയം തുറന്ന് സ്തുതിച്ചേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു 25 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിച്ചു. ആരാധന, 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 ആരാധന. മഹത്വത്തിന്റെ ദൈവമേ ഇറങ്ങി വരണമേ, സർവശക്ത ഇറങ്ങി വരണമേ, സർവശക്ത ഇറങ്ങി വരണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ. ധ്യാന കേന്ദ്രത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. അഭിഷേകം നീ അയക്കണമേ, ശക്തി അയക്കണമേ. ശക്തിയോടെ കർത്താവിനെ പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. അന്ത്യം വരെയും സാക്ഷികളാകാൻ ഞങ്ങളിൽ വന്നു നിറയണമേ, അന്ത്യം വരെയും സാക്ഷികളാകാൻ ഞങ്ങളിൽ വന്നു നിറയണമേ. ആരാധന, ആരാധന,
ശക്ത ഇറങ്ങി വരണേ, മക്കളിൽ ഇടപെടണേ, കുടുംബങ്ങളിൽ ഇടപെടണേ, മക്കളുടെ ജീവിതത്തിൽ ഇടപെടണേ. ശക്തമായ അഭിഷേകത്തിന്റെ കൃപ ഒഴുകണമേ, രക്തത്തിന്റെ അഭിഷേകം ഒഴുകണമേ, ആത്മാവിനെ അഴിക്കണമേ, കെട്ടഴിക്കണേ കർത്താവേ, കെട്ടഴിക്കണേ കർത്താവേ, ബന്ധന അഴിക്കണേ കർത്താവേ. മക്കളെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മകൾ നീ എടുത്തു മാറ്റണമേ, അതിന്റെ ശക്തി അയക്കണമേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്വേ 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 ശ്വേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുന്നേ, പെട്ടെന്നിരുന്നേ. അപ്പോൾ അവൾ സാറായെ വിട്ട് സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ കരുണയും കരുതലും ശ്രദ്ധിക്കണം മക്കളെ. എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലെ ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. അത് ഭയങ്കരമാണ്. അതായത് കർത്താവിന്റെ ദൂതൻ, അപ്പൊ ദൈവം ദൂതനെ വിടുകയാണ്. ഹാഗാർ സാറായുടെ വീട് വിട്ട് പോയിരിക്കുകയാണ്. പൊക്കോ, കൂടെ പൊക്കോ. അപ്പൊ ദൂതൻ അവളുടെ പിന്നാലെ ചെന്ന് അവളെ ഒരു സ്ഥലത്ത് നിന്ന് ദൂതൻ പിടിക്കുകയാണ്. ഹാഗാർ ചോദിക്കുകയാണ്. ശ്രദ്ധിക്കണം, ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിച്ചാലേ പിടികിട്ടും. ബൈബിളിൽ പലപ്പോഴും ചോദ്യത്തിനകത്ത് ഉത്തരവുണ്ട്. ബൈബിളിൽ പലപ്പോഴും ചോദ്യത്തിനകത്ത് ഉത്തരവുണ്ട്. ദൈവം ചോദ്യം ചോദിക്കുന്നതിനകത്ത് ആരോടാണോ ചോദിക്കുന്നത് അവര് തിരിച്ചറിയേണ്ട സത്യമുണ്ട്.
മൽക്കീസദേക്കിനെ കണ്ടുമുട്ടിയപ്പോ നമ്മൾ പറഞ്ഞു, അബ്രഹാം എന്താണോ ഗ്രഹിക്കേണ്ടത് അത് മൽക്കീസദേക്ക് ഒരു പ്രഖ്യാപനമായിട്ട് അങ്ങ് പറയുകയാണ്. നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അതിനകത്ത് സന്ദേശമുണ്ട്, ആ വ്യക്തിക്ക് വേണ്ട സന്ദേശമുണ്ട്. ഈ ദൂതന്റെ വാക്കുകളിൽ ഹാഗാറിന് വേണ്ട മെസ്സേജ് ഉണ്ട്. സാറായിയുടെ ദാസിയായ ഹാഗാറെ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുറെ കാലത്തേക്ക് കൂടി ഹാഗാറെ, നിന്നെ ദൈവം വച്ചിരിക്കുന്നത് സാറായിയുടെ ക്രൂരമായ പെരുമാറ്റത്തിന് വിധേയായി ആ വീട്ടിൽ താമസിക്കാനാണ്. അവിടുന്ന് നീ എങ്ങോട്ട് പോകുന്നു? പിടിയിട്ടിട്ടില്ല, ഒന്നുകൂടെ പറയാം. അതായത് ഈ ഹാഗാറിനെ തന്നെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോ ഇസ്മായിലിനെയും ഹാഗാറിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ദൈവം തന്നെ പറയും. അപ്പൊ ദൈവം ഉദാഹരണത്തിന് ഒരു 10 വർഷമാണ് ഹാഗാറ് ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ വേദനിച്ച് കഴിയേണ്ടത്. ഇത് ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തിന്റെ ഭാഗമാണ്. അതൊക്കെ എന്താന്നൊന്നും ഏതാന്നൊന്നും അറിയാൻ പാടില്ല. വേണേ വ്യാഖ്യാനം പറയാം, പക്ഷെ അങ്ങനെ ഊഹിച്ച് പറയുന്നതിനകത്ത് ശരിയല്ലല്ലോ നിർത്തി ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടി, അടിമ പെൺകുട്ടി ഈ വീട്ടിൽ ഇങ്ങനെ വേലക്കാരിയായിട്ട് കഴിയണം? അതിന് വേറെ കാരണം ഉണ്ടാവും. വേണേ വ്യാഖ്യാനം പറയാം, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് എന്റെ ഊഹിച്ച് പറയുന്ന, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോ ഇവൾ ഈ കാലഘട്ടത്തിൽ 10 കൊല്ലം അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ വേദന സഹിച്ച് അവിടെ നിൽക്കണം എന്നതാണ് അവളെയും കുടുംബത്തെയും സംബന്ധിച്ചുള്ള ഇനിയുള്ള ദൈവഗീതം. അപ്പോ നീ ഇവിടെ പോവാ. ശ്രദ്ധിച്ചോണം നിങ്ങൾ, ദാമ്പത്യം അസ്വസ്ഥത വരുമ്പോ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വീട്ടിൽ പോകാൻ തീരുമാനിക്കുമ്പോ ചിലപ്പോ 10 കൊല്ലത്തേക്ക് നീ ഇത് സഹിച്ച് ആ വീട്ടിൽ നിൽക്കുക എന്നതാവും നിന്നെ സംബന്ധിക്കുന്ന, നിന്റെ തലമുറയെ സംബന്ധിക്കുന്ന ദൈവഹിതം. അവിടം വിട്ട് നീ എങ്ങോട്ടാ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, അതായത് ഞെരുക്കത്തിന്റെ കാലം ദൈവം അനുവദിക്കും. ഞെരുക്കത്തിന്റെ കാലം, അതായത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടാത്ത കാലം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത്. തെറ്റായിട്ട് ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടാം, എങ്കിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. ശ്രദ്ധിച്ച്, അതായത് ഞാൻ കോളേജിലായിരുന്ന സമയത്ത് എത്ര പറഞ്ഞിട്ടും എത്ര ആവശ്യപ്പെട്ടിട്ടും പിതാവ് കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ എന്നോട് പറഞ്ഞ സമയത്ത് അധികാരികളിലൂടെ വരുന്ന ദൈവസ്വരം അതനുസരിക്കാനാണ് എനിക്ക് പിന്നീട് എന്റെ മനസ്സിൽ തോന്നിയത്. അതനുസരിച്ച് ഞാൻ കോളേജിൽ പഠിപ്പിക്കാം, കോളേജിൽ പഠിപ്പിക്കാമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ കോളേജിൽ പഠിപ്പിക്കാം. അത് ചിലപ്പോൾ ദൈവഹിത അതായിരിക്കും. എന്നോട് എൻ്റെ അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ അച്ഛൻ നാഴികയ്ക്ക് 40 വട്ടം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്, അച്ഛൻ ഈ കോളേജിൽ പഠിപ്പിക്കാനുള്ള ആളാണ്, ഈ കോളേജിൽ പഠിപ്പിക്കാനുള്ള ആളാണ്, ഈ കോളേജിൽ പഠിപ്പിക്കാനുള്ള ആളാണ്. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ധ്യാനം കുറയ്ക്കണം എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു. അതായത് ഞാൻ കോളേജിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പൊ അങ്ങനെ വന്ന് എന്റെ മനസ്സിൽ തോന്നി, ചിലപ്പോ കോളേജായിരിക്കും, ചിലപ്പോ ഇങ്ങനെയൊക്കെ സുവിശേഷം പറയാനേ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് ദൈവത്തിന് വേണ്ടാത്തത് നമുക്കെന്തിനാ? ദൈവത്തിന് വേണ്ട. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയുണ്ട്. അതായത് എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, ഇത് ശരിയായില്ലേ, പോസ്റ്റ് ശരിയായില്ലേ. എപ്പോഴും ചോദിക്കും. കാരണം അവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അവിടെ ഇംഗ്ലീഷിന് വേക്കൻസി ഉണ്ട്, പക്ഷെ അത് അപ്രൂവൽ ആവുന്നില്ല. അപ്പൊ ഇത് ശരിയായില്ലേ എപ്പോഴും ചോദിക്കും. ഇത് നാണക്കേട് കൊണ്ട് പ്രിൻസനച്ഛൻ അറിയാം. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എങ്ങനെയും ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പൊ അച്ഛന് പരിചയമുള്ള ഒരാളെ എന്നെ മുട്ടിച്ചു തന്നു. ഞാൻ ആ സഹോദരനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം എന്നെ സഹായിച്ച് ഇത് ഒപ്പിടേണ്ട ആളുടെ മേശപ്പുറത്ത് വരെ എത്തിക്കും. അയാൾ ഒപ്പിടില്ല. അയാളാണെങ്കിൽ ഈ സഭയുടെ ഏറ്റവും വലിയ ആളുമാണ്. അയാൾ പക്ഷെ ഒപ്പിടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ ഒന്നുകിൽ എന്നെ ഇവിടുന്ന് വിട്. ഞാൻ വിചാരിക്കുകയാണ്, ഒന്നുകിൽ ഞാൻ എന്റെ സ്വകാര്യ ദുഃഖങ്ങളായിരുന്നു ഇത് മുഴുവൻ. അതായത് ഞാൻ വിചാരിക്കുക, ഒന്നുകിൽ എന്നെ ഇവിടുന്ന് വിട്, ഞാൻ നിർബന്ധിച്ച് നിൽക്കുന്നു, എന്നെ ഇവിടുന്ന് വിട്, ഞാൻ എവിടെയും പോകോളാം, എവിടെയും പോയി സുവിശേഷം പറഞ്ഞ് ജീവിച്ചോളാം. വിടുന്നുമില്ല, ഇത് ശരിയാവുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, എടാ ഇത് വിടുന്നില്ലെങ്കിൽ ഇത് ശരിയാവണ്ടേ? ചുമ്മാ നെറ്റും പാസ്സായി തരാപാര നടക്കുക.
ബാക്കി കാര്യം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാൽ പിന്നെ പല ആളുകൾക്കും ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വിഷമം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് കോളേജിനകത്തുള്ളത് പിന്നെ പറയണ്ട, പിന്നെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും പ്രയാസം, എന്നും പ്രയാസം. അപ്പൊ ഞാൻ വിചാരിക്കണ, കർത്താവ് ലോകത്തുള്ള സകല എണ്ണത്തിന്റെയും കാര്യത്തിന് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. 6 മീറ്റർ ലോകയിട്ട് ഈ ചൂടത്ത് ഇത് വിട്ട് നടക്കുന്ന എന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വം. അവസാനം പിന്നെയും ഈ അങ്ങനെ ഓരോരുത്തരെ കണ്ട്, ദൈവമേ എത്ര ആളുകളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതൊന്ന് സഹായിക്കാം. പാതിരാത്രി ഓരോരുത്തരെ, ഈ അച്ഛൻ തന്നെ, പ്രിൻസിപ്പൽ അച്ഛൻ തന്നെ എൻ്റെ കൂടെ വരുമായിരുന്നു. ആരെയിലൊക്കെ പോയി കാണാന്ന് പറഞ്ഞിട്ട് കണ്ട് എത്ര രാത്രികൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട്, സാറേ 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 അപ്പൊ നാണക്കേട്. ദൈവത്തെ സഹായിക്കാൻ പോയതാ. സാറേ, എല്ലാ സാറുമാരും ഏറ്റു, ശരിയാക്കി തരാമേ, ഇപ്പൊ ശരിയാക്കി തരാം. അവസാനം ഇത് ഉന്തി തള്ളി അവസാനം മറ്റേ സ്ഥലത്തെത്തും. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഒപ്പിടാൻ പേന എടുക്കുമ്പോഴാണെങ്കിൽ എന്നാ ഇന്ന് ഒപ്പിടണ്ട, ഒരു നല്ല ലക്ഷണമില്ല, അപ്പൊ എന്നാ ഇന്ന് ഒപ്പിടണ്ട. ദൈവം തമ്പുരാന് ഓരോ ദിവസം ഇങ്ങനെ പോകും. ഞാൻ വിചാരിക്കും ദൈവമേ മൂത്ത് നിറച്ച് മൂക്കി കൂടെ പല്ല് കളിക്കാറായി, ഇത് ശരിയാവുന്നില്ലല്ലോ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്നാ ഒട്ട് വിടുന്നുമില്ല. അവിടെ ഞാൻ ഒരുപാട് പേരോട് ഈ പ്രയാസം പറഞ്ഞിട്ടുണ്ട്, വലിയ കില്ലാടികളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? കേരളത്തിലെ ജഗജില്ലികളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാള് അഴിച്ചിട്ട് ഇത് അഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? ടോപ്പ് ഡെലിവറൻസുകാരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പൊന്നു സാറേ, ഇതൊന്ന് അഴിച്ചു വിടുവോ, അങ്ങനെ എങ്ങനെയും ഒന്ന് ഒപ്പിടാൻ. എന്തോരം ബന്ധിച്ചിട്ടും ഇത് അഴിയുന്നില്ല. നിങ്ങൾ കേൾക്കണം, ഞാൻ മർമ്മപ്രധാനമായ ഒരു കാര്യം പറയാൻ പോവാ. തലയും കുത്തി അന്തരീക്ഷത്തിൽ നിന്ന് ബന്ധിച്ചിട്ട് പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആ കാലഘട്ടങ്ങളിൽ എനിക്ക് കർത്താവ് ഒരാളിലൂടെ ദൈവം സംസാരിച്ചു. എന്തെന്നറിയാമോ? അതായത് ദൈവം പറയുകയാണ്, അതായത് കുറച്ചുകൂടെ റെഡിയാവാനുണ്ട്. മറ്റേ ഒപ്പിടുന്നല്ല, ഈ ആള് കുറച്ചുകൂടെ റെഡിയാവാനുണ്ട്. അപ്പൊ എനിക്ക് തന്ന സന്ദേശം ഇതാണ്. ഈ പാറ കിഴിച്ച് 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 അയാളൊരു ദർശനം കാണുകയാണ്. പാറ കിഴിച്ച് 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 അടീ ചെല്ലുമ്പോ അതിനകത്തുനിന്ന് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് കന്മദം. അങ്ങ് കരിമ്പാറക്കകത്തുനിന്ന് കിട്ടുന്ന ഔഷധമാണ്, കരിമ്പാറക്കകത്തുനിന്ന്. അപ്പൊ പറയാണ്, ഇപ്പൊ ഡ്രില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴിയാനുണ്ടെന്ന് ഇനിയും, കുഴിയാനുണ്ട് കുഴിയാനുണ്ട് കുഴിയാനുണ്ട്. അങ്ങനെ കുഴിച്ച് 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 അടിയിലെത്തി. നല്ലത് വല്ലതൊക്കെ വരാറായപ്പോ പിതാവ് പറഞ്ഞു, പോയി സുവിശേഷം പറഞ്ഞോളാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. തീർന്നിട്ടില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ, ഇനിയും കിഴിക്കുവാ, ഇനിയും കിഴിക്കും. ഞാനിത് പറയുന്നത് എനിക്കത് ഭയങ്കര വെളിപാടായിരുന്നു. അതായത് നമുക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുടെ നാളുകളുണ്ട്. അത് എന്തോരം ബന്ധിച്ചാലും അഴിയില്ല. കേട്ടോ, ഇത് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല ഈ ടീച്ചിങ്, ഇവിടുന്ന് മാത്രമേ കിട്ടൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എല്ലാ പ്രശ്നവും മാറില്ല. കേട്ടോണം, മാറും. നീ വിചാരിക്കുന്ന സമയത്ത് മാറും. നീ വിചാരിക്കരുത്, അതായത് ഇന്ന് ഇത് മാറും എന്ന്. ചില കേസ് മാറും, ചിലത് ദൈവം അവിടെ വെച്ചിരിക്കും. എന്തിനെന്നറിയാമോ? കന്മദം വരാനുണ്ട്. കന്മദം വരാനുണ്ടെന്ന്. നിന്റെ അകത്തുനിന്ന് നല്ലത് ചിലത് വരണമെങ്കിൽ കുറച്ചുകൂടെ കുഴിക്കാനുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് എന്റെ ശരീരത്തിൽ ഒരു മുള്ള് വെച്ചിരിക്കുന്നു. അമിതമായി ഞാൻ ആഹ്ലാദിക്കാതിരിക്കാൻ എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന പിശാചിന്റെ ഒരു ദൂതൻ. കേട്ടോണം നിങ്ങള്, എല്ലാ പിശാചുക്കളും
നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പറയുന്ന സമയത്തൊന്നും പോവില്ല. ചില പിശാചിനോട് ദൈവം പറയും, അവിടെ ഇരിക്കും, 10 കൊല്ലം അവിടെ ഇരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയാമോ? 4 ദിവസം കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നില്ലെന്ന് പറഞ്ഞ് പോവരുത്. ഞാൻ നിന്നെ, അല്ലെങ്കിൽ ഇവിടെ ഈ ധ്യാന കേന്ദ്രം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? ബന്ധനം അഴിഞ്ഞില്ലേലും ഹല്ലേലൂയ പറയാനുള്ള കൃപയെ കുറിച്ചാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വളരെ ശ്രദ്ധിച്ചിരുന്നോണം. അതായത് ചില കേസുകളിൽ ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞ് ഇത് മാറും. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. അടുത്ത ആഴ്ച വന്നില്ലേലും സാരമില്ല, അടുത്ത ആഴ്ച വന്നില്ലേലും കുഴപ്പമില്ല. ഉള്ളതുപോലെ പറയണ, ഹാഗാറെ തിരിച്ചു പോകും. Turn back. Go. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് വചനത്തിന്റെ ആഴമാണ്, ആഴം. അല്ലാതെ ഹാഗാറിനെ വന്നിട്ട് ഹാഗാറിന് മരുഭൂമിയിൽ ഒരു വീടും വെച്ചു കൊടുത്ത്, ഹാഗാറിന് പൈപ്പ് കണക്ഷൻ എടുത്തു കൊടുത്ത്, ഹാഗാറിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ 5-6 കാക്കകളെ നിയോഗിച്ച്, ഹാഗാറിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി 5-6 പേരെ വെച്ചു കൊടുത്ത്, ഹാഗാറിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത്, ദൂതൻ ഹാഗാറിന് കാവൽ നിൽക്കുകയല്ല ചെയ്തത്. മര്യാദയ്ക്ക് തിരിച്ചുപോടി എന്ന് പറയും. അങ്ങനെ പറയുന്നൊരു ദൈവം ബൈബിളിൽ ഉണ്ടെന്ന് എൻ്റെ മക്കള് അറിഞ്ഞിരിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കള് ഓടും കിടക്കയെടുത്ത് ഇറങ്ങി വരുമ്പോ പറയണം, തിരിച്ചുപോടി എന്ന് പറയണം. പോടി, തിരിച്ചുപോടി, കെട്ടിച്ചു വിട്ട വീട്ടിലോട്ട് പോടി എന്ന് പറയണം. ഷൂറിന്റെ പടിവാതിക്ക് വിളിച്ച്, അമ്മയെ, നിന്റെ മകളെന്ന ഹാഗാറിനെ കണ്ടുമുട്ടിയിട്ട് പറയണം, പോടി, തിരിച്ചുപോടി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലാതെ അവക്ക് ഉടനെ അടുത്ത വീടും വെച്ചു കൊടുത്ത് അവളെ സപ്പോർട്ട് ചെയ്ത് അവക്ക് വേണ്ട, അവളെ അടുത്ത ലോകത്തെ ഒന്നിനും കൊള്ളാത്തൊരു സാധനമായിട്ട് അതിനെ മാറ്റരുത്. അതിനെ അതിന്റെ തലമുറയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം സഹിക്കുന്ന മക്കള്, ശുശ്രൂഷാ ജീവിതത്തിൽ നിന്നിട്ട് സഹിക്കുന്ന മക്കള്, പ്രയാസപ്പെടുന്ന മക്കള് എന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ദൈവം വെച്ച് തന്ന സഹനത്തെ സ്വീകരിച്ചേ പറ്റൂ. അതിന് വെറുതെ 21 ദിവസം ഉപവാസം എടുക്കല്ലേ. ഭക്ഷണം കഴിച്ചാൽ എന്തോരം ഏത്തപ്പഴം തിന്നാന്നറിയാം. 21 ദിവസം ആരോഗ്യവും ഉണ്ടാവും. ഇത് 2 മാസം കഴിഞ്ഞേ മാറത്തുള്ളൂ. 21 ദിവസം കൊണ്ട് ഇത് മാറില്ലെന്ന് ഈ ഉമ്മ വെറുതെ മെനക്കെടാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനൊരു കുറുക്ക് വഴി പറഞ്ഞു തരാം. അതായത് നമ്മുടെ അകത്ത് തകർക്കപ്പെടേണ്ട സാധനങ്ങളെ നമ്മൾ തന്നെ പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്ത് കണ്ടെത്തി മുന്നോട്ട് പോയാൽ പെട്ടെന്ന് പോവാം. ദൈവം തകർക്കാൻ നിന്നുകൊടുക്കുന്നതൊന്ന്, ദൈവത്തിന് തകർക്കേണ്ട ആവശ്യം വരുത്താതിരിക്കുന്നത് വേറൊന്ന്. മനസ്സിലായോ? ഉച്ച കഴിഞ്ഞൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. അതായത് ദൈവം, ഇപ്പൊ ഒരാൾ പറയാണ്, ഇപ്പോ ദൈവം നമ്മളെ എളിമപ്പെടുത്തുകയാണെന്ന് വെച്ചോ. ദൈവം നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം അങ്ങ് എളിമപ്പെടുത്തട്ടെന്ന് പറയുന്നത് വേറൊന്ന്, നമ്മൾ തന്നെ അങ്ങ് എളിമപ്പെടുന്നത് വേറൊന്ന്. ഏതാ ദൈവത്തിന് എളുപ്പമെന്നറിയാമോ? ഈ കപ്പല് തകർക്കണ്ട, നമ്മളങ്ങ് നേരെ നിനിവയിൽ പോയാൽ മതി. കപ്പല് തകർക്കണ്ട, ദൈവത്തിന് പണി കുറഞ്ഞിരിക്കും. ഇതൊന്നും ശരിയാവത്തില്ല, ഞാൻ ഒന്ന് വിടാം. ഇത്രയും പിടികിട്ടിയോ? ഹാഗാറിനോട് പറഞ്ഞ് മര്യാദയ്ക്ക് തിരിച്ചു ഓടി. അത് പിടികിട്ടിയോ? അതുകൊണ്ട് ചില സങ്കടങ്ങൾ അമ്മേ കുറച്ച് നാൾ അവിടെ ഇരിക്കട്ടെ. ജോൺ ബോൾ, ഞാൻ മുമ്പത്തെ ആഴ്ച പറഞ്ഞത്, ഓംപ്രകാശ് എന്ന് പറയുന്ന സഹോദരൻ ദൈവവചനത്തിലൂടെ ജോൺ ബോൾ ആയിട്ട് മാമോദീസ മുങ്ങി. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തില് എസ്രാ മീറ്റ് അതിൽ സംബന്ധിച്ച സഹോദരന്മാരിനകത്തിരിപ്പുണ്ട്. എസ്രാ പ്രേക്ഷിത പരിശീലനം ധ്യാനം നടക്കുമ്പോൾ ജോൺ ബോൾ ദുബായിൽ നിന്ന് ധ്യാനം കൂടാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോൺ ബോളിനെ സ്റ്റേജിൽ വിളിക്കാൻ ഒരു പ്രചോദനം കിട്ടിയ സമയത്ത് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ച്, അവിടെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞൊന്നുമില്ല, പെട്ടെന്ന് കിട്ടിയ പ്രചോദനത്തിൽ വിളിച്ച് ഇവിടെ നിർത്തി മൈക്ക് കൊടുത്തപ്പോ ജോൺ ബോൾ പറഞ്ഞു, ജോൺ ബോളിന്റെ ഭാര്യ ജയന്ന ഗർഭിണിയായി. ആ കുഞ്ഞ് 1-2 മാസം കഴിയുമ്പോഴങ്ങാണ്ട്, ആദ്യത്തെ മാസം കണ്ട് മരിച്ചുപോയി. പിന്നെ ഇന്നുവരെ മക്കളുണ്ടായിട്ടില്ല. ജോൺ ബോൾ അവസാനം ഈ സാക്ഷ്യം പറഞ്ഞ് നിർത്തി എങ്ങനെയെന്നറിയാമോ? അതായത് എനിക്കും ജയന്നയ്ക്കും ഇനി കർത്താവ് മക്കളെ തന്നാൽ ഹല്ലേലൂയ, മക്കളെ തന്നില്ലെങ്കിൽ ഹല്ലേലൂയ, മക്കളെ തന്നിട്ട് തിരിച്ചെടുത്താലും ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയത. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. മക്കളെ തന്നാൽ ഹല്ലേലൂയ, തന്നാൽ കർത്താവേ ഹല്ലേലൂയ, തന്നില്ലേലും ഹല്ലേലൂയ, തന്നിട്ട് ഇനി തിരിച്ചെടുത്താലും ഹല്ലേലൂയ.
അതൊക്കെ ഭയങ്കരമാണ്. അതൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കാനേ പറ്റും, ഇവിടുന്ന് കാണാം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഹാഗാറിനോട് പറയുകയാണ്, കൊച്ചേ ഇനി ഒരു 5-6 മാസം കൂടെ നീ ആ വീട്ടിൽ നിൽക്കേണ്ടതാണ്, ഇവിടെ ഇറങ്ങി പോകാൻ ചോദിച്ചു. പോവാൻ പറഞ്ഞു. അങ്ങനെ ഹാഗാറിനെ തിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് ചില സഹനങ്ങള് പ്രിയപ്പെട്ട മക്കളെ ദൈവം തരുന്നതല്ല, ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം തരുന്നതല്ല, ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം അനുവദിച്ച് തരുകയാണ്. ഈ സഹനം അവിടെ ഒരു 4-5 കൊല്ലം അവിടെ ഇരിക്കട്ടെ, അപ്പൊ നീ ഒന്ന് റെഡിയാവും. എനിക്കറിയാം, മക്കള് തെറ്റായ ബന്ധത്തിൽ പോയതിന്റെ പേരില് എന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന അനേകരുണ്ട്. അവരിൽ ചിലര് ഇന്ന് ഈ മൗണ്ട് കാർമൽ മിനിസ്ട്രിയുടെ ശുശ്രൂഷകരായിട്ടുണ്ട്. അവരിൽ ചില ആളുകൾ ശക്തമായിട്ട് ഇന്ന് ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ചില ആളുകൾ എൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞങ്ങളുടെ കൊച്ച്, ഞങ്ങളുടെ മകൻ, ഞങ്ങളുടെ മകള് ഒരു തെറ്റായ ബന്ധത്തിൽ പോയപ്പോ ഭാരപ്പെട്ട് ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവിനെ കിട്ടി. അന്ന് ഞങ്ങൾ ഭാരപ്പെട്ടു. അന്ന് അവര് 4-5 കൊല്ലം അല്ലെ 3-4 കൊല്ലം ശരിക്കും പെടാപ്പാട് വിട്ടു. പക്ഷെ അതുകൊണ്ട് ഇന്നെന്താ ഗുണമെന്നറിയോ? മക്കള് നല്ല നിലയിൽ എത്തുകയും ചെയ്തു, ഇവര് കർത്താവിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് ചില സഹനങ്ങൾ നമ്മളെ കർത്താവിൽ എത്തിക്കാൻ, ദൈവിക പദ്ധതിയിൽ എത്തിക്കാൻ ദൈവം അനുവദിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഹാഗാറിനോട് ദൂതൻ പറഞ്ഞു, ഹാഗാറെ പൊക്കോളാൻ പറഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ശ്രദ്ധിക്കണം, കീഴ്പ്പെട്ടിരിക്കുക. ഇതൊരു നല്ല വാക്കാ, കീഴ്പ്പെട്ടിരിക്കണം. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ഉയർത്തി. കീഴ്പ്പെട്ടിരിക്കണം. അതായത് എവിടെയാണോ ദൈവം നമ്മളെ അധികാരത്തിന് കീഴിൽ വെച്ചിരിക്കുന്നത് അവിടെ കീഴ്പ്പെട്ടിരിക്കണം. ഒരു നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മൂല്യമാണ് അനുസരണം. അനുസരിക്കണം. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാവരും അനുസരിക്കണം. മാർപ്പാപ്പയെ മെത്രാന്മാരെ അനുസരിക്കണം. മെത്രാന്മാരെ അച്ഛന്മാരെ അനുസരിക്കണം. അച്ഛന്മാര് പറയുന്നത് അവരുടെ അനുസരണത്തിന് കീഴിലുള്ളവർ അനുസരിക്കണം. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കണം. ഇത് അനുസരണം, കീഴ്പ്പെട്ടിരിക്കണം. ഒരു വാല്യൂ ആണത്. ഹാഗാറിനോട് പറയുകയാണ്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഞാൻ നേരത്തെ ഒരു ജനതയെ കുറിച്ച് പറഞ്ഞു. അവരുടെ ജീവിതത്തില്, ആ ജനതയുടെ ജീവിതത്തില് ഒത്തിരി ഭൗതിക പുരോഗതി ദൈവം കൊടുത്തിട്ടുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ അതൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചേ പറയാൻ പറ്റൂ. കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അറ്റവും മുറിയും കണ്ടിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിപ്പിച്ച് മനുഷ്യന് തെറിവിളി കേട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഏതായാലും ഇത് ആരോട് പറയാനാ? തന്തയ്ക്ക് തന്നാണ് വിളിക്കുന്നത്. ആരോട് പറയാ? അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അത് മാത്രം കട്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടിടും എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എലിയെ പേടിച്ച് ഇല്ലം ചൂടാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം എലി അവിടെ ഇരിക്കട്ടെ. എലി നിന്നെ കെണിവെച്ച് പിടിക്കുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് എലികളെ സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ച് കേട്ടോണം. നമ്മൾ ഈ ഇസ്മായേലിൽ നിന്ന് രൂപപ്പെട്ട ഒരു ജനത ലോകത്തുണ്ട്. ദൈവഹിത പ്രകാരം, അത് പറയുന്നതിനൊന്നും എനിക്ക് മടിയില്ല, ദൈവഹിത പ്രകാരം, ബൈബിൾ അനുസരിച്ച് ദൈവഹിത പ്രകാരം രൂപപ്പെട്ടൊരു ജനതയല്ലത്. അവരിൽ നിന്ന് ഒത്തിരി ഉപദ്രവം ദൈവമക്കൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ആ ജനതയ്ക്ക് ഒത്തിരി ഭൗതിക പുരോഗതി ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ജനതയ്ക്ക് ഒത്തിരി ഐശ്വര്യമുണ്ട്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ഹാഗാർ ഇത് പറഞ്ഞത് കേട്ട് അങ്ങ് പോയി, കീഴ്പ്പെട്ടിരുന്നു. പിന്നെ ഹാഗാർ ബഹളം ഉണ്ടാക്കി എന്നൊന്നും ബൈബിളിൽ കാണുന്നില്ല. പിള്ളേര് തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്, അത് പിള്ളേർക്ക് വിവരമില്ല. പിള്ളേര് തമ്മിൽ, ഇസ്മായിൽ ഇസ്ഹാഖ് തമ്മിൽ ഇടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവന്റെ സ്വഭാവമാണ് അടി ഉണ്ടാക്കുക എന്നുള്ളത് അതിനകത്ത് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ ചെറുക്കൻ ഭയങ്കര വഴക്കാളിയായിരിക്കും എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാര് തമ്മിൽ അടി ഉണ്ടാക്കി, അതിന് തള്ള ഉത്തരവാദിയൊന്നുമല്ല. ഈ ഹാഗാർ ഒരു മര്യാദക്കാരിയായിരുന്നു. എനിക്ക് ഈ പെങ്കൊച്ചിനോട് ഇച്ചിരി താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവളൊരുമാതിരി, അവളെന്നാ ചെയ്ത്, അവൾ ഈജിപ്തിൽ നിന്ന് വിളിച്ച വഴിക്കിങ്ങ് പോരുന്നു. ആ സാറാ പറഞ്ഞ പോലൊക്കെ ചെയ്തു. എന്നിട്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഈ തള്ളെ ഒലക്ക കൊണ്ട് അടിച്ച് കൊല്ലുന്നതിന് പകരം അവൾ ഇറങ്ങി ഓടിപ്പോയി. അവളെ തിരിച്ച് ദൂതം പറഞ്ഞു മൂടി എന്ന് പറഞ്ഞപ്പോ അവള് പോയി. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ പാത്രത്തിൽ വെള്ളം ചുമന്ന് ഇവക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു സീനുണ്ട്.
മനസ്സിലായി? ഇവള് കിടന്ന് കരയും മരുഭൂമിയിൽ. കരയുന്ന സമയത്ത് ഉറവ പൊട്ടിച്ച് ദൈവം അവക്ക് വെള്ളം കൊടുക്കും. അവക്ക് അതിന്റെയൊക്കെ കാരണം ഈ കൊച്ചു മര്യാദക്കൊക്കെ ജീവിച്ചൊരു കൊച്ചാണ്. അതുകൊണ്ട് അവള് കീഴ്പ്പെട്ടിരുന്നു. അതുകൊണ്ട് അമ്മമാരൊക്കെ, അപ്പന്മാരൊക്കെ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ, എല്ലാവരും ഒക്കെ, ദൈവവേല ചെയ്യുന്നവരെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇത്തിരി കീഴ്പ്പെട്ടിരിക്കണം. ഒത്തിരി അങ്ങ് കയറി നകളിക്കരുത്. കീഴ്പ്പെടണം, അനുസരിക്കണം, താഴണം. അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുമ്പോ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കിട്ടും. തലമുറയ്ക്ക് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൂതൻ തുടർന്നു, യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുക, അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്ത വിധം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. നീ അവൻ ഇസ്മായേൽ എന്ന് പേരിടണം. കാരണം നിന്റെ രോദനം ദൈവം കേട്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും എതിരെയും എല്ലാവരുടെയും കൈ അവനെതിരെ ഉയരും. അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ നീലുറവയ്ക്ക് ബേർഹായിറോയ് എന്ന് പേരുണ്ടായി. കാദേശിനും പേരെതിരും ഇടയ്ക്കാണ് ഹാഗാറിൽ നിന്ന് അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. 16 അധ്യായം തീരുന്നു. ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആരാധന നടത്തി ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും. ശ്രദ്ധിക്കുക. ഹാഗാറിനോട് ദൈവം പറയാണ്, തിരിച്ചു പൊക്കോ, തിരിച്ചു പോയിട്ട് കീഴ്പ്പെട്ടിരുന്നോണം. പക്ഷെ നിന്റെ കൊച്ച് നശിച്ചു പോകത്തില്ല. ആ കൊച്ചിന് കുറെ കുഴപ്പമൊക്കെ ഉണ്ട്. വഴക്കാളിയാണ്, കാട്ടുകഴുതയ്ക്കൊത്തവനാണ്, അവൻ എല്ലാവർക്കും എതിരെ അടിയുണ്ടാക്കും. പക്ഷെ എണ്ണിയാലൊടുങ്ങാത്തൊരു സന്തതി പരമ്പര ഇവനിൽ നിന്നുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, എനിക്കിത് പറഞ്ഞു നിർത്താനുള്ളത് ഇതാണ്. അതായത് ദൈവ പദ്ധതി പ്രകാരം രൂപപ്പെട്ടതല്ലാത്ത ചില ജനതകളുണ്ട്. പക്ഷെ അവരോടും ദൈവത്തിന് കരുണയുണ്ട്. കാരണം അവരും ദൈവത്തിന്റെ മക്കളാണ്. എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം പഠിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, എല്ലാവരുടെയും ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന്